പക്ഷേ ഒന്നല്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് എന്തോ ഫലം കായ്ക്കുന്ന ഫ്രൂട്ട് ട്രീ എന്നുള്ള സീഡ് ബെയറിങ് പ്ലാന്റ് ഫ്രൂട്ട് ട്രീ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ട്രീ ഓഫ് എവറി കൈൻഡ് ദ ബെയർ സീഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി. പക്ഷേങ്കിൽ ഒത്തിരി ഇത് വായിക്കുമ്പം ഈ ഏസേവ് എന്ന് പറയുന്നത് ഹെർബെന്ന് തോന്നത്തില്ല ഇവിടെ വായിക്കുമ്പോൾ. പക്ഷേ ഇതിന് അങ്ങോട്ട് നമ്മളെ സങ്കീർത്തനങ്ങളിലും പ്രവചനവാക്യത്തിലും വരുമ്പം ഇതിനെ ഹെർബ് എന്നാണ് മീനിങ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇത് ഹെർബ് അല്ല, ഒരു അടുത്ത ഗ്രോത്തായിട്ടാണ് വരുന്നത്. പ്ലാന്റേഷൻ എന്നുള്ള വെജിറ്റേഷൻ പ്ലാന്റേഷൻ അങ്ങനെയൊക്കെയുള്ള മീനിങ്ങാണ് വരുന്നത്. അപ്പം കുറേ നാളത് എടുക്കാൻ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇച്ചിരി താമസം വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചത്. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ളത് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിച്ചു കേട്ടല്ലോ. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ അകത്തോട്ട് പോകാം. ഇതിനെ 3 ഡിവൈഡ് ചെയ്യാനാണ് ഇഷ്ടമെന്നല്ല അങ്ങനെ വരുന്നത്. ഒന്ന്, ഇപ്പം നമ്മൾ എല്ലാം ക്രിസ്തുവിനോട് യോജിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ. സീഡിനെ ക്രിസ്തുവാണ് സീഡ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുക എന്ന് പറഞ്ഞാൽ സീഡ് മീൻ ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റ്. അപ്പം പക്ഷെങ്കിൽ അങ്ങനല്ല യഹൂദന്മാർക്ക്. അവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. ഫണ്ടമെൻ്റ് എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വെളിയിലുള്ള കവറിങ്. പിന്നെ ഭൂമിയെ പഠിച്ചപ്പോൾ നമ്മൾ വായിച്ചു ബേസ്, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതവിടവും നമ്മൾ ബേസും പഠിച്ചു. ബേസ് ഇനിയുള്ള ആ സ്പ്രൗട്ടിങ്ങും ഗ്രോത്തും അവർ യഹൂദന്മാരുടെ ജീവിതം മൊത്തം അവരുടെ പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. തോറ, പള്ളി, ഇതിനെ ചുറ്റിപ്പറ്റി അവരുടെ ജീവിതം മൊത്തം അവർ വെളിയിലുള്ള കാര്യത്തിനെ പറ്റി ബോധർ ചെയ്യുന്നേയില്ല. ഓക്കെ, അപ്പം ഇതാണ് അവരുടെ ജീവിതം. അപ്പം നമുക്കാദ്യം ഒരു പുരോഹിതൻ്റെ വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത് നോക്കാം. പിന്നെ ഒരു റെഗുലർ യഹൂദൻ്റെ, പിന്നെ നമ്മളുടെ ക്രിസ്ത്യൻസിൻ്റെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യമായിട്ടൊരു യഹൂദൻ്റെ വളർച്ച തുടങ്ങുന്നത് അവരെ ജനിച്ചെങ്കിലും അവർക്കൊരു ഇന്നർ സോൾ ഡീപ്പ് എവേക്കനിങ്, നമ്മുടെ ആന്തരിക ഒരു ഉണർവ് ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മനസ്സിലായി? അപ്പോൾ അതിനെയാണ്